കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പലപ്പോഴും ദൈവം അബ്രഹാമിനെ വിളിക്കാറുണ്ട്. എന്തിനെന്ന് വെച്ചാൽ വിളിച്ചിട്ട് പല കാര്യങ്ങളും അബ്രഹാമിനോട് സംസാരിക്കും, ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ. അപ്പോഴൊക്കെ അബ്രഹാമിനെ അനുഗ്രഹിക്കുകയും അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കൊടുക്കുകയും തൻ്റെ തലമുറയെ അനുഗ്രഹിക്കുമെന്നും ഭൂമിയിൽ ഞാൻ നിന്നൊരു വലിയ ജാതിയാക്കുമെന്നും പലപ്പോഴും അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. അബ്രഹാം അങ്ങനെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് കാതോർത്തിരിക്കും. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം അബ്രഹാമിനെ കർത്താവ് വീണ്ടും വിളിച്ചപ്പോൾ അന്ന് അബ്രഹാം വിചാരിച്ചത് കർത്താവ് എന്തോ ഒരു അനുഗ്രഹം എന്നോട് പറയുവാൻ ഇരിക്കുന്നു എന്ന് വിചാരിച്ച് കാണും. പക്ഷേ ഇവിടെ 22-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അപ്പോഴവൻ നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ കാത്തിരുന്ന അബ്രഹാമിനോട് കർത്താവ് പറയുകയാണ്, നിൻ്റെ മകനെ, നിൻ്റെ ഏകസുതനെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇസഹാക്കിനെ തന്നെ എന്ന്. എന്തെന്ന് വെച്ചാൽ ഇസഹാക്കിന് മൂത്തവനായിട്ട് ഇസ്മായേലുണ്ട്. ഒരുപക്ഷെ ഈ മകന് പകരം അടിമയുടെ ആ മകനെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് കർത്താവ് ഇസഹാക്കിനെ തന്നെ എന്ന് പറയുന്നു. പ്രിയ ദൈവ പൈതലേ, ഒരു ദിവസം ദൈവം നമ്മളോട് വിളിച്ചിട്ട് ഇതേപോലെ ഒരു കാര്യം നമ്മോട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? കർത്താവിനോട് നാം പിണങ്ങുമോ അതോ കർത്താവിൻ്റെ വാക്ക് അനുസരിക്കുമോ? അത് നമ്മെ തന്നെ ശോധന ചെയ്ത് അറിയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അബ്രഹാം ഒന്നും മിണ്ടിയില്ല. കാര്യമെന്ന് പറഞ്ഞാൽ കർത്താവ് എല്ലാം ചെയ്യാൻ സർവശക്തനാണെന്ന് അബ്രഹാം തൻ്റെ ജീവിതത്തിൽ നിന്ന് അറിഞ്ഞിരുന്നു. ആയതുകൊണ്ട് അവൻ സൗമ്യതയോടെ കർത്താവിൻ്റെ വാക്കനുസരിപ്പാൻ ഇറങ്ങി പുറപ്പെട്ടതായിട്ട് നാം കാണുന്നു. പ്രിയ ദൈവ പൈതലേ, അവിടെ ആ കർത്താവിൻ്റെ വാക്ക് ചില സമയം നമുക്ക് നേരെ വരുന്നത് അത് ഭയങ്കര വേദന നിറഞ്ഞ ഒന്നായിരിക്കാം. പലപ്പോഴും നാം തനിച്ചാക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലെത്താം. പലപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് മാറിപ്പോകാം, അവർ സ്നേഹിക്കാതിരിക്കാം. പലവിധമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുമ്പോഴും നാം കരഞ്ഞു വിലപിച്ച് എന്ത് കർത്താവേ ഇത് എന്ന് ചോദിക്കുന്നുവോ അതോ അബ്രഹാമിനെ പോലെ സൗമ്യതയോടെ കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് ഏത് നഷ്ടവും ഏത് കഷ്ടവുമായാലും കർത്താവിനെ വിടാതെ പിന്തുടരുന്ന ഒരു സ്വഭാവത്തിൽ നാം ഇരിക്കുന്നുവോ? നമ്മെ തന്നെ ശോധന ചെയ്ത് കർത്താവിൻ്റെ വരവിലേക്ക് ഒരുങ്ങുവാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, അങ്ങയെ നോക്കി വിശ്വസിച്ച് ജീവിക്കുന്നു, അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മൾ പലരും കർത്താവെ ഇന്ന് കർത്താവിൻ്റെ വാക്കുകൾക്ക് നാം കീഴ്പ്പെടുന്നുണ്ട്. ദൈവമേ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പലതും വന്നിട്ടും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നാം ആകെ മാറിപ്പോകുന്ന ഒരു സ്വഭാവമുള്ളവരായി മനുഷ്യൻ മാറിയിരിക്കുന്നു. അബ്രഹാമിനെ പോലെ നാമും വിശ്വസിക്കുവാനും അങ്ങയിൽ തന്നെ ഉറച്ചു നിൽപ്പാനും അങ്ങയുടെ വരവ് വരെയും കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ കാണപ്പെടുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.